നാടകീയ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ എൻഡിഎ മുന്നണിയിലെത്തിയ ജെഡിയു അധ്യക്ഷൻ നിതീഷ് കുമാർ വീണ്ടും ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 9ാം തവണയാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ സാമ്രാട്ട് ചൌധരിയും പ്രതിപക്ഷ നേതാവായിരുന്ന വിജയ് കുമാർ സിൻഹയും ഉപമുഖ്യമന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തു. ബീഹാറിന്റെ ഭരണചക്രം ഒരിക്കൽ കൂടി എൻഡിഎക്ക് സ്വന്തം. 18 മാസത്തിനിടെ രണ്ടാം തവണ ബീഹാർ രാജ്ഭവൻ മറ്റൊരു അധികാരമാറ്റത്തിന് സാക്ഷ്യം വഹിച്ചു. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അധികാരം എൻഡിഎയിലേക്ക് കൈമാറുമ്പോഴും മുഖ്യമന്ത്രി കസേരയിൽ ജെഡിയു അധ്യക്ഷൻ കൂടിയ നിതീഷ് കുമാർ തന്നെ. भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा. मैं बिहार राज्य के मुख्यमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा. സാമ്രാട്ട് ചൌധരി, വിജയകുമാർ സിൻഹ എന്നിവർ ബിജെപിയിൽ നിന്ന് ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा. മുഖ്യമന്ത്രി, 2 ഉപമുഖ്യമന്ത്രിമാർ എന്നിവർക്ക് പുറമെ ജെഡിയുവിൽ നിന്ന് 3, ബിജെപി, എച്ച്ഐഎം പാർട്ടികളിൽ നിന്ന് 1, ഒരു സ്വതന്ത്രമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മന്ത്രിസഭാ വികസനം വരും ദിവസങ്ങളിൽ ഉണ്ടാകും. വകുപ്പ് വിഭജനം എത്രയും വേഗം പൂർത്തിയാക്കും. ആഭ്യന്തരം അടക്കമുള്ള സുപ്രധാന വകുപ്പുകൾ നിതീഷ് കുമാർ തന്നെ കൈകാര്യം ചെയ്യും. സ്പീക്കർ സ്ഥാനം ബിജെപിക്ക് നൽകും. ജെഡിയു, ബിജെപി, എച്ച്ഐഎം എന്നീ പാർട്ടികൾക്ക് ഒപ്പം ഒരു സ്വതന്ത്രമാണ് എൻഡിഎ സർക്കാരിന്റെ ഭാഗം. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ, എൽജെപി നേതാവ് ചിരാഗ് പാസ്വാൻ അടക്കമുള്ളവർ രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ, ദില്ലി.